ഇന്നത്തെ വിഷയം ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമശനി, ശനിദശ. ഇതെല്ലാം സാധാരണക്കാർക്ക് ഒരേപോലെയാണ്. ഇതെന്താണ് ഒരു പിടിയില്ല. കാരണം സാധാരണ ജനങ്ങൾ എന്താണോ അനുഭവവേദ്യമാകുന്നത്, സുഖ ദുഃഖ അനുഭവം, സുഖ ദുഃഖ അനുഭവകൃത് അന്തരാത്മാ കല്യഹ. സുഖങ്ങളും ദുഃഖങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്നു. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധാരണ ആൾക്കാർ ഇതിനെല്ലാം ശനി എന്ന് കേട്ടാൽ അതിനെ നമ്മൾ ടാഗ് ചെയ്യുന്നത് ദുഃഖത്തിലേക്കാണ്. ദുഃഖം ദിനേശാത്മജ. സോ ദുഃഖമാണ്, ഇല്ലെങ്കിൽ എനിക്കൊന്നും നടക്കത്തില്ല, വളരെ മോശമായിട്ട് അങ്ങനെ മനസ്സിലാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമുക്ക് ശനി ഇവിടെ മനസ്സിലാക്കാം. ശനിദശയും ഏഴര ശനിയും ഒന്നാണോ? ശനിദശ വേറെ കണ്ടകശനി വേറെയാണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കറിയില്ല. നമുക്ക് ജീവിതയാത്രയെ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാക്കാം. ഇത് ആക്ച്വൽ കമ്പാരിസൺ ആണോ? ഇത് മേ ബി ആക്ച്വൽ ആയിരിക്കില്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുവാൻ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതൊന്ന് ഏവരും ചിന്തിക്കുക. ജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ്. യാത്രയ്ക്ക് നമുക്ക് വേണ്ടതൊരു വാഹനം, പിന്നെ റോഡ്. വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണോ വാഹനത്തിൻ്റെ കണ്ടീഷൻ, എൻജിൻ, പെട്രോൾ, അതിനകത്തുള്ള സുഖ സൗകര്യങ്ങൾ എല്ലാം നമുക്ക് ജാതകം മനസ്സിലാക്കി തരും. ഇത് ഇനി നാളെ ജാതകം കൊണ്ടുപോയി ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്ത് വണ്ടിയുടെ കണ്ടീഷൻ ചോദിക്കരുത്. ഇതൊരു ഉദാഹരണമാണ്. അപ്പം ജാതകം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ കണ്ടീഷൻ നമ്മളുടെ ദശ അപഹാരം എന്നതിലൂടെ, ജാതകത്തിലൂടെ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അത് ഏവർക്കും അവരവരുടേതായ ജാതകമുണ്ട്, അവരവരുടേതായ വണ്ടിയുണ്ട്, അവരവരുടേതായ കാറുണ്ട്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി റോഡ്, അത് കോമൺ ആണല്ലോ. എല്ലാ വണ്ടികളും റോഡിൽ വരുന്നു. റോഡിലെ ട്രാഫിക് കണ്ടീഷനാണ് ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമവ്യാഴം എന്നിങ്ങനെയുള്ളത്, ജന്മശനി എന്നൊക്കെ മനസ്സിലാക്കാം നമുക്ക്. ഇതൊരു ഉദാഹരണമാണ്, വീണ്ടും പറയുകയാണ്. ഇനി ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം വണ്ടിയുടെ കണ്ടീഷൻ ജാതകം കൊണ്ട് നോക്കാനായിട്ട് ആരുടെടുത്തും പോകരുത്. അപ്പോൾ ജാതകം എന്ന് പറയുന്നത് അവരവരുടെ കർമ്മഫലത്തെ കാണിച്ചു തരുന്നു, ദൃഢഫലത്തെ കാണിച്ചു തരുന്നു. അതിനെ നമ്മുടെ വാഹനത്തിലൂടെ മനസ്സിലാക്കാം. റോഡിലുള്ള ട്രാഫിക് എല്ലാം തന്നെ ഗോചരഫലം പൊതുവേ ഉള്ളതാണ്, കോമൺ ആണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ഇപ്പോൾ ഏഴര ശനിയാണല്ലോ. പക്ഷേ എല്ലാ അശ്വതി നക്ഷത്രക്കാരുടെയും ജാതകമെല്ലാം വേറെ വേറെ തന്നെയാണ്, വേറെ വേറെ വാഹനങ്ങളാണ്. ഈ എല്ലാ അശ്വതി നക്ഷത്രക്കാരും റോഡിൽ ഇറങ്ങുമ്പോൾ റോഡിലെ ട്രാഫിക് നമുക്ക് ഏഴര ശനിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അവരവരുടെ വാഹനങ്ങളിൽ ട്രാഫിക് ആണെന്ന് വിചാരിക്കുക. അവരവരുടെ വാഹനത്തിനകത്തുള്ള കംഫർട്ടബിലിറ്റി അവരവർക്കുണ്ടാകും. കോമൺ ആയിട്ട് ട്രാഫിക്കും ഉണ്ടാകും. ഇങ്ങനെ വേണം വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ശനിദശ എന്ന് പറഞ്ഞാൽ ജാതകത്തിലൂടെ മനസ്സിലാക്കുന്ന ഒന്നാണ്. വ്യാഴദശ, ശുക്രദശ, രാഹുദശ എന്ന് പറയുന്നതെല്ലാം തന്നെ ജാതകത്തിലൂടെ അവനവൻ്റെ ദൃഢകർമ്മ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. ഏഴര ശനി മറ്റൊരു ഭാഗത്ത്, ഏഴര ശനി, കണ്ടകശനി, ഇതെല്ലാം തന്നെ ഗോചരഫലമാണ്. അപ്പോൾ ദൃഢം അദൃഢം ദൃഢാദൃഢ ഫലങ്ങളെ ചിന്തിക്കുന്നതിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏഴര ശനി കോമൺ ആണെന്ന് മനസ്സിലായി. കോമൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നാണെന്ന് പറയുമ്പോൾ ഇന്ന് ഏഴര ശനി ആർക്കൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഏഴര ശനി തുടങ്ങി. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിന് ഏഴര ശനി തുടങ്ങി. ഇനി ജന്മശനി നടക്കുന്നു, ഏഴര ശനിയിൽ ജന്മശനി നടക്കുന്നു. മീനം രാശിക്കാർക്ക്, മീനൻ രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, 4-ാം പാദം ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ജന്മശനി നടക്കുകയാണ്. പക്ഷേ ഇവരുടെ എല്ലാം ജാതകം വേറെയാണ്. അപ്പം അതുകൊണ്ട് ഏഴര ശനിയുടെ ഫലങ്ങൾ വളരെ മോശപ്പെട്ട ഫലങ്ങളാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞ കുറേ വീഡിയോകളുണ്ട്. അത് കേട്ട് ആരും തളരരുത്. അവരവർക്ക് അവരവരുടെ ജാതകമുണ്ടെന്നും ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ പറയുന്ന ഫലങ്ങൾക്കെല്ലാം മാറ്റമുണ്ടെന്നും ദയവ് ചെയ്ത് മനസ്സിലാക്കുക.
അല്ലാതെ 7.5 ശനി കണ്ടകശനി എന്ന് കേട്ട് കഴിഞ്ഞാൽ അതോടെ എൻ്റെ കാര്യം തീർന്നു എന്ന് ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. ഇതിനെല്ലാം ധർമ്മശാസ്ത്രത്തിൽ വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു പോരുന്ന പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഒരെണ്ണം ഉത്സാഹിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മിയും എന്ന് പറയുന്നു. ഉത്സാഹിയായിരിക്കുന്ന പുരുഷൻ്റെ പുറകെ മഹാലക്ഷ്മി ഓടുമത്രേ. അതായത് സകല ഐശ്വര്യങ്ങളും ഉത്സാഹം പരിശ്രമം ചെയ്യില്ലെന്തിനേയും വശത്താക്കുമെന്ന് അടിസ്ഥാനപരമായിട്ട് കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ എന്നുള്ള ഒരു ഒറ്റ കാര്യത്തെ ധർമ്മശാസ്ത്രത്തിലൂടെ മനുഷ്യ മനസ്സിലേക്ക് എത്തിപ്പിച്ചു. കർമ്മം ചെയ്യാനായിട്ട് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. ഇതെല്ലാം വിധിയാണെന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതല്ല നമ്മുടെ ജോലി. വിധി അതിൻ്റെ പാകത്തിൽ നടക്കും. ഇപ്പോൾ ഒരു സമ്മറാണ്, സൂര്യൻ്റെ താപനില ഇന്ന് ഉയർന്നിരിക്കുകയാണ്. ഈ ക്ലൈമറ്റ്, ഈ ഋതുവിൽ മനുഷ്യന് കൺട്രോളില്ല. മാൻ വേഴ്സസ് നേച്ചർ, നമ്മുടെ മനുഷ്യരും പ്രകൃതിയും തമ്മിൽ യുദ്ധം വന്നാൽ പ്രകൃതിയെ ജയിക്കുകയുള്ളൂ. മനുഷ്യൻ ഒരു തരത്തിലും ജയിക്കുവാൻ പോകുന്നില്ല. അപ്പോൾ ആ പരിമിതി മനസ്സിലാക്കി സമ്മർ സീസണിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് സ്വയം ചിന്തിച്ച് അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിത രീതി കെട്ടുപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സമ്മറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനനുസൃതമായിട്ട് നാം ജീവിച്ചു കൊള്ളണം എന്ന ബോധമുള്ള മനുഷ്യൻ ധർമ്മശാസ്ത്രത്തിലൂടെ കുറേ കാര്യങ്ങളെ മനസ്സിലാക്കി, ആയുർവേദത്തിലൂടെ കുറേ കാര്യത്തെ മനസ്സിലാക്കി, അതിനനുസൃതമായിട്ട് അവനവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നു. എന്താണെന്ന് ജ്യോതിശാസ്ത്രം നോക്കിക്കളയാം എന്ന് പോകുന്നു. അത് ഒരു മരുന്ന് പോലെ എന്ന് വിചാരിക്കുക. ആരോഗ്യം നല്ലവണ്ണം ഉണ്ടെങ്കിൽ മരുന്നിനെ ആശ്രയിക്കേണ്ടതില്ല. വീണ്ടും പറയുകയാണ്, ആരോഗ്യം നല്ലവണ്ണം ഉണ്ടെങ്കിൽ മരുന്നിനെ മനുഷ്യൻ ആശ്രയിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ധർമ്മശാസ്ത്രമാണ് വലുത്. നമുക്ക് ധർമ്മശാസ്ത്രം തന്നെയാണ് വേണ്ടത്. അപ്പോൾ ധർമ്മശാസ്ത്രം ജീവിത രീതി ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ ആരോഗ്യം നന്നാവും. മാനസികമായ ആരോഗ്യമായാലും ശരി, ഇനി നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, ചതുർവിധ ഫല പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നു, ഇതെല്ലാം സിദ്ധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച ശേഷം എന്താണ് ഈ ഒരു ഫലത്തിനുള്ള കാരണം, എന്ത് കർമ്മമാവാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം നാം ജാതകത്തിലേക്ക് ആശ്രയിക്കണം. അതല്ലാതെ ഡെയിലി രാവിലെ ഇന്നത്തെ നിങ്ങളുടെ ഫലം, ഈ ആഴ്ച നിങ്ങൾക്കിങ്ങനെ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് അറിയില്ല. വളരെ ഒരു ജനറലായിട്ട് നമുക്കൊന്ന് ഒരു വർഷത്തെ ഫലം നമുക്ക് നോക്കാം. അത് നമുക്ക് കുറച്ച് ഉപയോഗപ്പെടും. ഗോചരഫലമാണ്. കാരണം വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കി ഏതർത്ഥത്തിലൂടെ ഞാൻ മനസ്സിലാക്കണമെന്ന് നമുക്ക് ബോധമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ ആഴ്ച നമുക്ക് ആവശ്യമില്ല. ഈ ഒരു മാസം വേണമെങ്കിലാവാം. പക്ഷേ ഒരു വർഷത്തേക്ക് ഫലത്തെ നാം ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ശനിയുടെ മാറ്റം ഇല്ലെങ്കിൽ വ്യാഴമാറ്റത്തെ കൊണ്ടാണ് പൊതുവെ ഒരു വർഷത്തെ നാം ചിന്തിക്കുന്നത്. ഈ ഒരു പൊതു ഫലം ഉണ്ടാകും എന്ന് അത്രയും ലാഘവത്തോടുകൂടി വളരെ ജനറിക്കായിട്ടുള്ള ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ജ്യോതിശാസ്ത്രവും നമുക്ക് ഉപകരിക്കും. കാരണം ഉപകരണം, നമ്മൾ ആ ഉപകരണത്തെ എപ്രകാരമാണോ ഉപയോഗിക്കേണ്ടത് അപ്രകാരം തന്നെ ഉപയോഗിക്കണം. മാറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫലം മാറി. ഒരു കത്തി കൊണ്ട് നാം പച്ചക്കറി വെട്ടാനായിട്ട് ഇല്ലെങ്കിൽ നറുക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണത് വേണ്ടത്. ഇനി അതുകൊണ്ട് ഒരാളുടെ കഴുത്ത് മുറിക്കാം, അത് കത്തിയുടെ തെറ്റല്ലല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വിധം തെറ്റി. അതുപോലെ ഈ ജാതകത്തെ കൊണ്ടായാലും പ്രശ്നത്തെ കൊണ്ടായാലും നാം എങ്ങനെ അതിനെ ഉപയോഗിക്കണം, ഏത് രീതിയിലാണ് ഈ ഇൻഫർമേഷനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ഉന്നമനത്തിനായിക്കൊണ്ട് ഗൈഡ് ചെയ്ത് നല്ല പാതയിലേക്ക്, കാരണം കർമ്മമാണ്, വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, കർമ്മമാണ് കർമ്മഫലത്തെ തരുന്നത്. അപ്പോൾ ഈ 7.5 ശനി കണ്ടകശനി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ നന്മയിലേക്ക് തിരിച്ച് ഒന്നും പ്രശ്നമില്ലടാ എന്ന് പറഞ്ഞ്
ഇന്ന മന്ത്രങ്ങളെല്ലാം ജപിക്കുക, നാമജപങ്ങൾ വരട്ടെ, സത്കർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത് സത്കർമ്മങ്ങളെ കൂടുതൽ ചെയ്യിപ്പിക്കുവാനായി പ്രേരിപ്പിച്ച് ആ മനുഷ്യ ജീവനെ, ആ ജീവിതത്തെ നന്നാക്കി വിടുവാനായിട്ട് ജ്യോതിശാസ്ത്രത്തെ പോലെ ഒരു നല്ല എന്താ പറയുക, ഒരു ശാസ്ത്രം വേറെ ഇല്ല. കാരണം ജനങ്ങൾക്ക് അത്രമാത്രം ഒരു വിശ്വാസം കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ജ്യോതിഷി നല്ല രീതിയിലൊന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ഇല്ലെങ്കിൽ അയാൾ പരിശ്രമിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ശനി ദശ വേറെയാണെന്ന് മനസ്സിലാക്കി ഒരു ചെറിയ പരിഹാരത്തോടു കൂടി ഇന്നത്തെ പരിപാടി നമുക്ക് നിർത്താം. ഈ ഒരു ഇൻഫർമേഷൻ 7.5 ശനി, കണ്ടകശനി, ജന്മശനി മുതലായ ഈ എല്ലാ ശനി ദോഷങ്ങൾക്കും ഒരു പരിഹാരം, ചെറിയ പരിഹാരം, അധികം ചിലവില്ലാത്ത പരിഹാരം, ശനിയാഴ്ച തോറും കുറഞ്ഞതൊരു 2 പേർക്കെങ്കിലും, വളരെ പാവപ്പെട്ട ജനങ്ങൾക്ക്, വഴിയോരത്ത് ഇരിക്കുന്ന വിശന്ന് വലയുന്ന ഭിക്ഷക്കാർക്ക് ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ശനിയാഴ്ച തന്നെ കൊടുക്കണമെന്നില്ല, ഞായറാഴ്ച വിശന്നാലോ ഞായറാഴ്ചയും കൊടുക്കാം. അപ്പോൾ വിശന്ന് വലയുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു പരിഹാരം ചെയ്താൽ ശനിദോഷം നന്നേ കുറഞ്ഞ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.